ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെയിലിയുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ നമ്മുടെ സ്റ്റേഷനറി സെക്ഷൻ നല്ലപോലെ ക്ലട്ടേർഡായി കിടക്കുമായിരുന്നു. ഒരു പെൻഡിങ് ടാസ്ക് തന്നെയായിരുന്നു അത്. അപ്പം അതൊന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നല്ലൊരു വ്ളോഗായിരിക്കും, നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നടക്കുകയാണ്. രാവിലെ തന്നെ ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ്. ഞാൻ കുക്കറിലാണ് പുഴുങ്ങാൻ വെക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു വിസിൽ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പുഴുങ്ങി കിട്ടുകയും ചെയ്യും. തൊണ്ട് പൊട്ടാറൊന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നലുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മുട്ട പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേഗം തന്നെ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അതാ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. ഇത് കുറച്ചധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ എക്സ്ട്രാ ഇടിയപ്പം ഉള്ളത് മിക്കവാറും നമ്മൾ വൈകുന്നേരമാണ് കഴിക്കുന്നത്. അതുപോലെ ഇതാ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മുട്ട പുഴുങ്ങി മാറ്റിയതിന് ശേഷം അതേ കുക്കറിൽ തന്നെ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തതിന് ഇടിയപ്പത്തിൻ്റെ പണിയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഇപ്പോൾ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്, ജസ്റ്റ് ബിഗിനേഴ്സിനൊഴിച്ച്. അപ്പോൾ അതവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് ചിന്തിച്ച് കൂട്ടുക എന്നുള്ളത്, അല്ലേ? ഏത് സമയം നോക്കിയാലും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുമ്പോഴും അതുപോലെ പാത്രം കഴുകുമ്പോഴും ഇതൊക്കെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പല പല ചിന്തകളാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചിന്തിക്കുക എന്നുള്ളത് അത്ര മോശപ്പെട്ടൊരു കാര്യമൊന്നുമല്ല. കാരണം ഇപ്പോൾ നമ്മൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമ്മളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ ഗോൾസിനെ കുറിച്ചൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതിനെപ്പറ്റി നമ്മൾ രാപ്പകലില്ലാതെ ചിന്തിക്കുന്നതാണ് നമ്മളെ ആ ഗോളിലോട്ട് എത്തിക്കുന്നതെന്നാണ് പറയാം. പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നത്. പലപ്പോഴും നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, അതിന് മുന്നേ അത് റിലേറ്റഡ് ഉണ്ടായിട്ടുള്ള എല്ലാ ഇൻസിഡൻസും വരികയും ചെയ്യും. നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, കുഴഞ്ഞു മറിഞ്ഞ് പിന്നെ നമുക്ക് മനസ്സിന് തിരിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന സംഭവങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഒരുപാട് നെഗറ്റീവ് ആൾക്കാരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരെയും കറക്റ്റ് ചെയ്യുക, അവരെ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കിതിനൊരു അവസാനം ഉണ്ടാവില്ല. നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾക്കും ഒരു അവസാനം ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യുക. എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്? അതിന് പകരം നമ്മൾക്കതൊന്ന് പോസിറ്റീവായിട്ട് എടുത്തുകൂടെ? അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നുകൂടെ എന്ന് സ്വയം ജഡ്ജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വക ചിന്തകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. അതുപോലെ ചില സമയത്ത് ഏതെങ്കിലും ഒരു കമൻറ്റ് നമ്മുടെ മനസ്സിൽ കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അത് മുന്നേ പറഞ്ഞു പോയതായിരിക്കും, എന്നാലും നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തായിരിക്കും അയാൾ ഇപ്പോൾ എന്നെപ്പറ്റി ചിന്തിക്കുന്നത്, എന്തായിരിക്കും എന്നെപ്പറ്റി പറയുന്നത്. അതുപോലെ നമ്മുടെ ഇമേജിനെ പറ്റി നമ്മുടെ ഇമേജിനെ പറ്റി നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. പിന്നെ ചിലർക്ക് പറ്റുന്നതാണ്, നമ്മുടെ അതിന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അയ്യോ, എന്നാലും എനിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ അത് തെറ്റ് സംഭവിച്ചു, ചിലപ്പോൾ നമ്മളൊരു സോറി പറഞ്ഞു കാണും, അതവിടെ കഴിഞ്ഞു കാണും. എന്നാലും നമ്മുടെ മനസ്സിലത് ഒരുപാട് കെടുക്കും. അതങ്ങ് കിടന്ന് ഒരുപാട് നാളെ നമ്മുടെ മനസ്സിലിങ്ങനെ കെടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആങ്സൈറ്റി, അതുപോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഈ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ബാധിക്കും. നമുക്ക് പെട്ടെന്നൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുമ്പോൾ ശരിയാവോ അങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇത് മറ്റുള്ളവരെ മുതലെടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊന്ന് താങ്ക്ഫുള്ളായി എഴുന്നേൽക്കാൻ ശ്രമിക്കാം. നമുക്ക് കിട്ടിയ നമ്മുടെ ഈ ലൈഫിന് നമ്മൾ താങ്ക്ഫുൾ ആവുക. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുന്നതിനേക്കാളും എപ്പോഴും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക.
നമ്മുടെ മനസ്സിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. അയ്യോ ആ വഴി പോവല്ലേ, ഡോണ്ട് ഗോ ദാറ്റ് വേ, ജസ്റ്റ് അതിനെ ഒന്ന് ക്രോസ് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ശരിക്കും നമ്മളൊരു കാര്യം, ഒരു തെറ്റ് എഴുതിയിട്ട് അതിനെ വെട്ടിയിട്ട് തിരുത്തി ഒരു പോസിറ്റീവ് കാര്യം എഴുതുന്നത്, ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ മനസ്സിൽ തോന്നുവാണെങ്കിൽ ജസ്റ്റ് അതിനെ ക്രോസ് ചെയ്തിട്ട് ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ എഴുതുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അതിനെ ജസ്റ്റ് ക്രോസ് ഔട്ട് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് തോട്ട് വെച്ചിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. അതുപോലെ മൈൻഡ് ഒത്തിരി അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മൾ തന്നെ ഫോഴ്സ്ഫുള്ളി നല്ല ബെറ്റർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് നമുക്ക് നല്ല ബുക്സ് വായിക്കാൻ ശ്രമിക്കാം. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷൻ എന്തായാലും ഒരു ഹാബിറ്റ് ആക്കാൻ നോക്കിയാൽ നല്ലതാണ്. ഞാൻ ചെയ്യാറില്ല കേട്ടോ, പക്ഷെ അതൊത്തിരി നല്ലതാണ്. കാരണം ഈ നെഗറ്റീവ് ചിന്തകളിൽ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ബ്രെത്തിലും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ നമുക്ക് അവെയറായിട്ട് തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ കുട്ടി കുട്ടി കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക. നമ്മുടെ കുട്ടികളായിട്ട് കളിക്കുക, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യുക, മ്യൂസിക് കേൾക്കുക, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടാവില്ലേ. നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കൂടുതൽ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കഴിയുന്നതും പ്രസൻറ്റിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് പോരുക. ഇപ്പോൾ എന്താണോ ഉള്ളത് ഈ നിമിഷം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. നല്ല ചിന്തകൾ വരട്ടെ. അപ്പോൾ പറഞ്ഞ് ഞാൻ എവിടേക്കോ എത്തി. നമുക്ക് നമ്മുടെ ജോലികളിലോട്ട് തിരിച്ചു വരാം. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അപ്പോഴാണ് മോള് സോയ ചങ്ക്സ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. അന്നത്തെ പ്ലാനിലില്ലായിരുന്നു, എന്നാലും പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകി നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചേക്കാണ്. പിന്നെ പെട്ടെന്ന് തന്നെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, തേങ്ങാപ്പാലിലുള്ള മുട്ടക്കറി. പിന്നെ അവിയലിന് വേണ്ട അരപ്പ് റെഡിയാക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് അരപ്പുണ്ടാക്കിയതിന് ശേഷം കഷ്ണങ്ങളിലോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് തൈര് ചേർത്ത് പച്ചവെളിച്ചെണ്ണയും ചേർക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ചവെളിച്ചെണ്ണ ചേർക്കുക, വേപ്പില ഇടുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അവിയലിൻ്റെ റെസിപ്പി. സോയ ചങ്ക്സ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. സാധാരണ പോലെ സവാളയും എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ സോയ ചങ്ക്സും കൂടി ഇട്ടിട്ട് പെട്ടെന്നൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഒക്കെ ഒരു കോലാണ് കേട്ടോ. പിന്നെയാണ് നമ്മുടെ പിക്കപ്പ് റുട്ടീനൊക്കെ വേണ്ടി വന്നേക്കുന്നത്. തുണി മടക്കാനുണ്ട്. അതേപോലെ കുറേ നാളായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടാസ്ക്കാണ്. ഇത് നമ്മുടെ സ്റ്റേഷനറി സെക്ഷനാണ് കേട്ടോ. ഈ ഒരു കബോർഡ് ഒരുപാട് ഐറ്റംസ് അത് ഡിക്ലട്ടർ ചെയ്യാണ്ട് കിടന്ന് കുറേ നാളായി. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടും ഉണ്ട്. നമ്മളൊരു സാധനം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാടാണ്. അപ്പം എനിക്കിത് ഡീക്ലട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളത് പെൻഡിങ് ആയിട്ട് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും ഇന്നത് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കൊരു മൂഡാണല്ലോ. അപ്പോൾ ആ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അപ്പം തന്നെ ചെയ്യുക. അപ്പോൾ ഇത് കുറേ നേരം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പക്ഷേ എന്തായാലും സിറ്റിംഗ് റൂമും ബാക്കി ബെഡ്റൂംസും എല്ലാം ഒന്ന് ബാക്കി പണികൾ ക്വിക്ക് ക്ലീനിങ് ഒക്കെ തന്നെ ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വരുന്ന ബാക്കി സമയത്താണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഈ പണിയിലോട്ട് കടന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ബുക്സൊക്കെ എടുത്തു വെച്ചില്ലേ, ആ ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡീക്ലട്ടറിങ് ഒക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് കബോർഡിലെ സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് എടുത്ത് എല്ലാം ഇതിപ്പോൾ ഞാൻ താഴെയാണ് ഇട്ടേക്കുന്നത്, പക്ഷെ നമുക്ക് കുറച്ച് ഡിസ്കാർഡ് ചെയ്യേണ്ട സാധനങ്ങളോ അല്ലെങ്കിൽ എല്ലാം തന്നെ ഒന്ന് എടുത്ത് മാറ്റണമെങ്കിൽ ഇതുപോലൊരു വലിയ ബോക്സോ ഒരു ബാസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. പെട്ടെന്ന് കുറച്ചൊരു 2 ദിവസം കൊണ്ടൊക്കെ ചെയ്യേണ്ട പണിയാണെങ്കിൽ നമുക്ക് അത് അതിനകത്ത് ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ സമയം കിട്ടുമ്പോൾ ബാക്കി ചെയ്ത് അങ്ങനെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് എന്തായാലും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പേർപ്പസസിനാണ് അത് യൂസ് ചെയ്യുന്നത്. കുറേ സാധനങ്ങൾ കളയാനുണ്ടായിരുന്നു കേട്ടോ. കളയാന്ന് പറഞ്ഞാൽ ഞാനിത് ആക്ച്വലി കളയല്ല ചെയ്തത്. ചില പഴയ പെയിൻ്റൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അത് കിട്ടാൻ താല്പര്യമുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മളുടെ കുട്ടികൾ യൂസ് ചെയ്യാത്ത ഐറ്റംസ് പക്ഷേ മറ്റു കുട്ടികൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ എടുത്തിട്ട് ഒരു ബാഗിനകത്താക്കിയിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുമ്പോഴും ഹാപ്പിയാണ്. പക്ഷെ പെയിൻ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയതാണെങ്കിലും ചിലപ്പോൾ കുട്ടികൾക്ക്
കിട്ടാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പം ഇവിടെ പെയിൻറ്റിങ് ചെയ്തിരുന്നത് മോളാണ് കേട്ടോ മെയിനായിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. എന്നാലും അവൾക്ക് ആവശ്യമുള്ള പെയിൻറ്റ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെയും പണ്ട് യൂസ് ചെയ്തിരുന്ന പെയിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് പഴയ ക്രയോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയാണ് കേട്ടോ. അതുപോലെ കുറേ പെന്നുകൾ, പിന്നെ മൂടിയൊക്കെ പോയ പെന്നായിരിക്കും, പക്ഷേ ചിലത് വർക്കിംഗ് ആയിരിക്കും, ചിലത് വർക്ക് ചെയ്യാത്തതുണ്ട്. പിന്നെ ചില പെൻസിൽസൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് ഇതെല്ലാം പെൻസിലുകളെല്ലാം തന്നെ ഒരു സെറ്റാക്കിയിട്ട് അതൊരു സെക്ഷനാക്കി വെച്ചു. അതുപോലെ പെന്ന് മൂടിയുള്ളതും ഇല്ലാത്തതും അതൊന്നും നോക്കിയില്ല. പക്ഷേ വർക്കിംഗ് ആയിട്ടുള്ള പെന്നുകളെല്ലാം തന്നെ എടുത്തിട്ട് ഒരു ചെറിയ ബോക്സിനകത്താക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴത്തേനും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പെൻസിൽസ് ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ പോയി നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഈ ഒരു ബോക്സ് കേട്ടോ, ഇത് നല്ലൊരു ബോക്സാണ്. ഇത് മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടീച്ചേഴ്സിന് കുട്ടികൾക്ക് കൊടുക്കില്ലേ, അതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും നല്ല ഹോംവർക്ക് നല്ല ഭംഗിയിലൊക്കെ ചെയ്താൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ്. അതുപോലെ ഈ ഗേൾസിനൊക്കെ പറ്റിയ, ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാം, സ്ക്രാപ്പ് ബുക്ക് ചെയ്യുക, ചെറിയ പോസ്റ്റ് കാർഡ്സ്, അതിനകത്ത് ക്യൂട്ടായിട്ടുള്ള പോസ്റ്റ് കാർഡ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാൻ പറ്റുന്ന അങ്ങനത്തെ, ശരിക്കും പറഞ്ഞാൽ ഗേൾസിനൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റേഷനറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അധികമൊന്നും യൂസ് ചെയ്യാണ്ട്. പക്ഷേ ഇതൊന്നും കളയാൻ തന്നെ തോന്നുന്നില്ല, കാരണം അതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേയ്സൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കാർഡ്സൊക്കെ എഴുതിയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്. അങ്ങനത്തെ പറ്റിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ അധികം പോവാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ യൂസ് ഇല്ലാതെ. പിന്നെ ഇതിങ്ങനെ കബോർഡിൻ്റെ താഴെ സെക്ഷനിൽ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഇതിപ്പോൾ ഡീക്ലട്ടർ ചെയ്തപ്പോഴാണ്, എടുത്ത് നോക്കിയപ്പോഴാണ് ഓരോന്നൊക്കെ എടുത്ത് കാണുന്നത്. ഇത് മുന്നേ വാങ്ങിയ കിൻഡിലാണ് കേട്ടോ. ഇത് ചീത്തയായി, അപ്പോൾ ഇനിയിപ്പോൾ അതെന്തായാലും എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ഇതെപ്പോഴും ബീച്ചിൽ പോയപ്പോൾ പറക്കിയെടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും കളഞ്ഞിട്ടില്ല, എല്ലാം മെമ്മറീസ് ആണെന്ന് പറഞ്ഞ് എടുത്തു വെച്ചേക്കുക. അപ്പോൾ ഒരു ബോക്സ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, മെമ്മറി ബോക്സ് എന്നും പറഞ്ഞിട്ട് ഓരോരോ ഐറ്റംസ് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുത്തത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് ആ ഒരു ബോക്സിൽ കൊള്ളാവുന്ന മെമ്മറീസ് മതി. അങ്ങനെ കുറേ നേരത്തെ ഒരു 1.5 മണിക്കൂർ എടുത്തു. ആ ഒരു നേരത്തെ എഫേർട്ട് കൊണ്ട് ഏകദേശം സ്റ്റേഷനറിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കബേർഡിനകത്ത് ഇതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിയ ഷെൽഫുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഷെൽഫുകൾ വെച്ചിട്ട് ഓരോന്നിലും ഓരോരോ ഐറ്റംസായിട്ട് ഡിവൈഡ് ചെയ്ത് അത്യാവശ്യം ഭംഗിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം ഡീക്ലട്ടറിങ്ങും ഒതുക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി അധികം എനർജി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യലും നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ വ്ളോഗും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മറക്കണ്ട. ഓവർ തിങ്കിങ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചേ പറ്റൂ. അതുപോലെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.